സ്മൃതി വന്ദനദാസിന്റെ പിതാവ് റിപ്പോർട്ടർ ടിവിയോടൊപ്പം ചേരുന്നുണ്ട്. എന്താണ്, നമ്മൾ തൃപ്തരാണോ? ഈ വിധിയിൽ തൽക്കാലം ഞങ്ങൾക്ക് ആശ്വാസമുണ്ട്. നമ്മൾ അപ്പീൽ കൊടുക്കും. അപ്പീൽ നമ്മുടെ പബ്ലിക് പ്രോസിക്യൂട്ടറുമായിട്ട് ആലോചിച്ചിട്ട് ശിക്ഷ വർദ്ധിപ്പിക്കുന്നതിന് ആവശ്യമായിട്ട് വേണ്ട നടപടിക്രമങ്ങൾ നമ്മൾ തുടരും. നീതി ലഭിച്ചു എന്ന് തോന്നുന്നുണ്ടോ വന്ദനയ്ക്ക്? ആശ്വാസമുണ്ടെന്നേ പറഞ്ഞു. അപ്പം നമുക്ക് അതിനെക്കുറിച്ചൊരു ആധികാരികമായിട്ട് നമുക്ക് പറയാനായിട്ടുള്ള ഒരു സാഹചര്യം ഇപ്പോഴല്ല. നമുക്ക് തൽക്കാലം ഞങ്ങൾക്ക് വിധിയിൽ ആശ്വാസമുണ്ട്. ഇത്രയും അപ്പീൽ ഞങ്ങൾ പബ്ലിക് പ്രോസിക്യൂട്ടറോട് ആലോചിച്ചിട്ട് കൂടുതൽ ശിക്ഷ കിട്ടുന്നതിന് ആവശ്യമായിട്ടുള്ള നടപടി ക്രമങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഉയർന്ന കോടതികളിൽ സമർപ്പിക്കുന്നതാണ്. ഓക്കെ, എന്തായാലും അപ്പീൽ പോകുമെന്നാണ് സ്മൃതി കുടുംബം പറയുന്നത്. വക്കീലുമായി കൂടിയാലോചിച്ചായിരിക്കും ഇത്തരത്തിൽ അപ്പീൽ പോവുക. വന്ദനദാസിന്റെ മാതാവ് കൂടി ഇപ്പോൾ എന്തായാലും പ്രതികരിക്കുന്നുണ്ട്. ഇതിപ്പം നീതിന്യായമല്ലേ, അപ്പം നമുക്ക് അങ്ങനെ ആഗ്രഹിക്കാനല്ലേ പറ്റുള്ളൂ. നിയമത്തിന് കൊടുക്കാൻ പറ്റുന്ന വിധി ഇതായിരിക്കാം, എനിക്കറിയില്ല. പിന്നെ പ്രോസിക്യൂട്ടറുമായിട്ട് ആലോചിച്ചിട്ട് ഇനി എന്താണ് അടുത്തതെന്ന് നമുക്ക് നോക്കാം. എനിക്ക് അതിനെപ്പറ്റി വിശദമായിട്ട് പറയാൻ അറിഞ്ഞൂടാ. ഇത്രയും നിയമ പോരാട്ടം നടത്തിയതാണ്, ഇതുമായി ബന്ധപ്പെട്ട് അപ്പീൽ തന്നെ പോകാനാണ് കുടുംബത്തിന്റെ തീരുമാനം. അതെ, അമ്മ, മകൾക്ക് നീതി കിട്ടിയെന്ന് തോന്നുന്നുണ്ടോ? ഇത്രയും പോരാടി, നമ്മൾ 2 വർഷവും 10 മാസവും പോരാടി, മകൾക്ക് നീതി കിട്ടിയെന്ന് തോന്നുന്നുണ്ടോ ഈ കോടതിയിൽ നിന്ന്? എനിക്ക് അങ്ങനെ പറയാൻ അറിഞ്ഞു. വധശിക്ഷ വേണമെന്ന നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. വധശിക്ഷ വേണം. വധശിക്ഷ എന്നുള്ളതിനെക്കാട്ടിലുപരി എൻ്റെ മകൾ അനുഭവിച്ച വേദന അറിയണം. വേദന എന്താണെന്ന് അറിയണം. എൻ്റെ മകളുടെ ശരീരത്തിലേറ്റ 27 കുത്തുകൾ, അതിൻ്റെ വേദന, പ്രാണഭയത്താൽ ഓടിയപ്പം രക്ഷിക്കാൻ ആരുമില്ലായിരുന്നു, ഭയപ്പാട്, അതെല്ലാം അറിയണം. ഒരു മാതൃകാപരമായ ശിക്ഷ കിട്ടിയിട്ടുണ്ടോ? നീതി കിട്ടിയോ? എനിക്കറിഞ്ഞൂടാ, അതിനെപ്പറ്റിയൊന്നും പറയാൻ എനിക്ക് അറിഞ്ഞൂടാ. വന്ദനദാസിന്റെ അമ്മയാണ് വൈകാരികമായി സ്മൃതി അമ്മ പറയുന്നത്. അതാണ് ജയശങ്കർ കൂടുതൽ അവരോട് ചോദിക്കുന്നതും ശരിയല്ല.